ഭക്തജനങ്ങളെ, ഇത് പെരുമ്പറമ്പ് ശിവക്ഷേത്രം. പുരാതന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് പെരുമ്പറമ്പ് ശിവക്ഷേത്രം. പെരുമ്പറമ്പ് ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പുരാതനമായ ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. കേട്ടുകേൾവിയാണ് എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ക്ഷേത്രവും അതിൽ ഉൾപ്പെടുന്നതായിരുന്നു. പിൽക്കാലത്തെ നാട്ടുകാരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ഇവിടുത്തെ മേൽശാന്തിയായിട്ടുള്ള മനോജ് ഇമ്രാന്തരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് വെച്ചിട്ടും വളരെ അടുത്ത കാലത്താണ് ഈ അമ്പലം ഇത്രത്തോളം പുരോഗമിച്ചത്. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുമ്പോൾ ഈ പെരുമ്പറമ്പ് ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന ശ്രീ മനോജ് ഇമ്രാന്തരി ശബരിമല മാളികപ്പുറം മേൽശാന്തി ആവുകയും അതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കണക്ഷൻസിൻ്റെ ബേസിൽ ഇവിടെ വളരെ വലിയൊരു പുരോഗമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബലിക്കല്ലും അതുപോലെ തന്നെ കൊടിമരവും എന്തിനു പറയുന്നു, ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ വലിയൊരു സങ്കല്പമാണ് മനോജ് ഇമ്രാന്തരി എന്നുള്ള നമ്മുടെ മേൽശാന്തി വെച്ചു പുലർത്തിക്കൊണ്ടുവരുന്നത്. 25 കോടിയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. അതോടുകൂടി ഈ ഒരു ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ പറഞ്ഞ മനോജ് ഇമ്രാന്തരി എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ അമ്പലത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളിൽ അതിലുപരിയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു അമ്പലത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് 2 വാക്ക് ചോദിക്കാം. നമസ്കാരം തിരുമേനി. ഇപ്പോൾ 25 കോടിയുടെ പദ്ധതികളൊക്കെയാണ് താങ്കളിൽ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് സാറിന്? പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം ഒന്നും ഇല്ലായ്മയിൽ നിന്നും വളർന്നതാണ്. പെരുമ്പറമ്പ് മഹാദേവൻ്റെയും ഈ നാട്ടിലെ ഒരുപാട് ഭക്തജനങ്ങളുടെയും അത് കേരളത്തിനകത്തു നിന്നും പുറത്തുമുള്ള കുറേ അയ്യപ്പ ഭക്തരുടെയും ഒരു കൂട്ടായ്മയുടെ പ്രതിഫലം കൂടിയാണ് ഇന്ന് കാണുന്ന പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം എന്നൊരു മഹാക്ഷേത്രം എന്ന സങ്കല്പം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ സ്വപ്നമാണ്, ഒരു ദേശനിവാസികളുടെ ആത്മാവിഷ്കാരം കൂടിയാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം. കോടികളുടെ വരും കാലങ്ങളിലും കോടികളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി ഈ ക്ഷേത്രം വരും തലമുറയ്ക്കായി സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ ആ കാൽവെപ്പ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ആ സ്വപ്നം കൂടി ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ സ്വപ്നം കൂടി ഞങ്ങൾ സാക്ഷാത്കരിച്ച് ഈ നാടിനെ സമർപ്പിക്കും. ഓക്കെ, താങ്ക് യു സർ. ഇദ്ദേഹം പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നമ്മുടെ പെരുമ്പറമ്പ് ശിവക്ഷേത്രത്തിൻ്റെ ഊരാളനും മാനേജിംഗ് ട്രസ്റ്റി ചെയർമാനുമാണ്. പെരുമ്പറമ്പ് ശിവക്ഷേത്രത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം പെരുമ്പറമ്പ് ദേശക്കാർക്ക് എന്നും അനുഭവമാണ്. സാറിന് എന്തെങ്കിലും ഒന്ന് ഇത് പറയാനുണ്ടോ?
ആപത് ബാന്ധവനായ ശ്രീധർമ്മശാസ്താവിൻ്റെ ഒരു അമ്പലം കൂടി ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സർപ്പങ്ങൾക്കായി തന്നെ ഇവിടെ ഒരു പ്രത്യേക പ്രാർത്ഥനാ കേന്ദ്രം ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ആയില്യ നാളുകളിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാവർ പാടൽ എന്നുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ അമ്പലത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഞാൻ ഫോട്ടോ അയച്ചുതരാം, അതാക്കി ഞാൻ അയച്ചുതരാം. ഇദ്ദേഹം പെരുമ്പറമ്പ് ശിവക്ഷേത്രത്തിൻ്റെ ഗുരുസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിജയൻ എന്നാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട്